സേവാഭാരതി മാവേലിക്കരയുടെ നേതൃത്വത്തിൽ കനിവ് 2024 കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ഡോക്ടർ എസ് രവിശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. RP ബാലാജി അധ്യക്ഷത വഹിച്ചു. സേവാഭാരതി മാവേലിക്കരയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കനിവ് 2024 കാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനം മാവേലിക്കര SKP ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ എസ് രവിശങ്കർ നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് RP ബാലാജി അധ്യക്ഷത വഹിച്ചു. മാവേലിക്കര ഭദ്രാസനം വികാരി ജനറൽ ഫാദർ ഡോക്ടർ സ്റ്റീഫൻ കുളത്തും കരോട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. അവഗണിക്കപ്പെട്ടവരും ആശ്രയരഹിതരുമായ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ശ്രമിക്കുന്നു എന്നുള്ളത് അഭിമാനപൂർവ്വം ഈ ദിവസം ഈ നിമിഷം നമുക്കെല്ലാവർക്കും ഓർമ്മിക്കാം. ബൈബിളില് യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഓരോരുത്തർക്കും അവരവർ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കും. അങ്ങനെ ഈ പ്രതിഫലം നൽകാൻ വേണ്ടി ബൈബിളിൽ യേശു തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: വീണ്ടും വന്ന് ഒരു വിധിയുടെ സമയമുണ്ടാകും. ആ വിധിയുടെ സമയത്ത് യേശു ആളുകളോട് ചോദിക്കുന്നത്, ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഈ ഒരു വലിയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് വഴിയായിട്ടും ഈശ്വര ശുശ്രൂഷയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിയിക്കുക ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് എനിക്ക് ഉചിതമാകുന്നു. സ്വാഗത പ്രസംഗകൻ ബഹുമാനപ്പെട്ട ശശികുമാർ തമ്പി സാർ പറഞ്ഞതുപോലെ ക്രിസ്തുമസിൻ്റെ ഒരു സമയമാണ്. നാട് മുഴുവനും ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങളിലാണ്. അവിടെ നമ്മൾ വളരെയധികമായിട്ടൊന്നും ചിന്തിക്കാത്തൊരു കാര്യങ്ങളാണ് ഇപ്പോഴും, പ്രത്യേകിച്ചും ക്രിസ്തുമസൊക്കെ വേറൊരു മേഖലയിലേക്ക്, ബിസിനസ്സിൻ്റെ ലോകത്തിലേക്ക് ഒക്കെ മാറിപ്പോകുന്നൊരു സമയത്ത് ആട്ടിടയന്മാരെന്ന് പറയുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. നമ്മളിപ്പോഴവരെ വരച്ച് കാണിക്കുന്നതും മനസ്സിലാക്കുന്നതുമൊക്കെ സുന്ദരമായ ഫിഗേഴ്സ് ആയിട്ടാണ്. എന്നാൽ സത്യത്തിൽ ആ കാലഘട്ടത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ നാട്ടിലെ ഏറ്റവും തിരസ്കൃതരായ, ആർക്കും വേണ്ടാത്തവരായ ആളുകളായിരുന്നു ആട്ടിടയന്മാർ. ഇന്ന് നമ്മൾ അവരെ ബഹുമാനത്തോടു കൂടി കാണുന്നതിൻ്റെ കാരണം യേശുവിൻ്റെ ജനന വാർത്ത അവർക്ക് ആദ്യം ലഭിച്ചു എന്നുള്ളതുകൊണ്ടാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘം ദക്ഷിണ പ്രാന്ത ബൗദ്ധിക് ശിക്ഷൻ പ്രമുഖ് P. ഉണ്ണികൃഷ്ണൻ മുഖ്യ സന്ദേശം നൽകി. ജന്മന 2 കാലുകളില്ലാതെ ജനിച്ച ബിരുദധാരിയായ വിവേക് എന്ന ചെറുപ്പക്കാരനെ 2 കൃത്രിമ കാലുകൾ നൽകി പൊതുലോകത്തേക്ക് പിച്ചുവയ്ക്കുന്ന മഹത്തരമായ ചടങ്ങ് ദേശീയ സേവാഭാരതി കേരളം സെക്രട്ടറി P. ശ്രീജിത്ത് നിർവഹിച്ചു. മാവേലിക്കര സേവാഭാരതി തുടങ്ങുന്ന പുതിയ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രൊഫസർ K. ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവരെ ആദരിക്കുന്ന ചടങ്ങ് അതോടൊപ്പം നിരാലംബരും നിർധനരായവർക്കുമുള്ള ധനസഹായം, സ്വയം തൊഴിൽ സഹായ പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. ചടങ്ങിൽ J. നിസാറുദ്ദീൻ, N. പുഷ്പാകരൻ, ഡോക്ടർ ദയാൽകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി A. അനീഷ്, സെക്രട്ടറി R. രാജേഷ്, യൂണിറ്റ് സെക്രട്ടറി കവിത ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ശശികുമാരൻ തമ്പി, ട്രഷറർ മധുസൂദനൻ പിള്ള, സേവാഭാരതി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, മാവേലിക്കര.